2018 പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. കഴിഞ്ഞ 6 വർഷമായി ഇടുക്കി മാങ്കുളം കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ സഞ്ചരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നൂൽപ്പാലത്തിലൂടെയാണ്. ഓരോ മഴക്കാലം എത്തുന്നതിനു മുമ്പ് കുടിനിവാസികൾ കമ്പി വലിച്ചു കെട്ടി ഇതിൽ ഈറ്റക്കമ്പ് നിരത്തി ഇതിലൂടെയാണ് മറുകര കടക്കുക. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്നു. അന്ന് തുടങ്ങിയതാണ് മാങ്കുളം കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതയാത്ര. ഇന്നും അതിന് അവസാനമില്ല. മാങ്കുളം പഞ്ചായത്തിലെ കള്ളക്കുട്ടിക്കുടി എന്ന ആദിവാസി ഊരിലേക്ക് എത്താൻ നല്ലതണ്ണിപ്പുഴ മറികടക്കണം. അതിന് ആകെയുണ്ടായിരുന്നത് ഒരു കോൺക്രീറ്റ് പാലമായിരുന്നു. 2018 പ്രളയത്തിൽ ഇത് തകർന്നതോടെ തുടങ്ങിയതാണ് ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഇവരുടെ സാഹസിക യാത്ര. ഓരോ വർഷവും പുതിയ പാലം നിർമ്മിക്കുമെന്ന ഉറപ്പ് ജനപ്രതിനിധികളടക്കം നൽകും. പക്ഷേ അത് പാലിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലത്തിനു മുമ്പ് കുടിനിവാസികൾ പിരിവിട്ട് കമ്പി വാങ്ങി വലിച്ചുകെട്ടി ഇതിൽ ഈറ്റക്കമ്പുകൾ നിരത്തി താൽക്കാലിക പാലം നിർമ്മിക്കും. ഇതുമാത്രമാണ് പിന്നീടുള്ള ആശ്രയം. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതും ഇതിലൂടെ. ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടായാൽ തുണിയിൽ കമ്പ് കെട്ടി ഇതേ പാലത്തിലൂടെ ചുമക്കണം. ഈ പാലം മാത്രം ആശ്രയം. പാലം ഇല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. പിള്ളേരെ കൊണ്ടുപോകണമെങ്കിലും മെഡിക്കൽ പോകണമെങ്കിലും അരിസാനം മേടിക്കണമെങ്കിലും ഈ പാലം കടന്നോണം. ഇത്തവണയും പാലം നിർമ്മാണം തുടങ്ങി. ഇത് പൂർത്തിയാകാൻ ഒരാഴ്ചയോളം വേണം. അതുവരെ ഇവർ കുടിയിൽ ഒറ്റപ്പെട്ടു കഴിയും. പാലം 2018 പോയതാ. ഇതിന് മേളിൽ ഇതിന്റെ അസ്ഥിവാരൊക്കെ കിടപ്പുണ്ട്. പഴയ കോൺക്രീറ്റ് പാലമായിരുന്നു പണ്ട് പണിന്ന് വെച്ചത്. രണ്ടാമത്തെയാണ് ആദ്യ ഒരെണ്ണം പണിന്നു, അതും പോയി. രണ്ടാമത്തെ അതും പോയി. അപ്പൊ 18 ഇപ്പൊ പോയത്. ഇതുവരെ 18 കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു നിവൃത്തിയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ നൂൽപാലത്തിൽ നിന്നും വീണ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. കാലിന് പരിക്ക് പറ്റിയ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. എന്നിട്ടും അധികൃതരുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവൻ പണയം വെച്ചുള്ള ഇവരുടെ സാഹസിക യാത്ര ഈ കാലവർഷത്തിലും തുടരും. കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തുവാൻ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളും തിരികെ മടങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.